പ്രിയമുള്ളവരെ, കേരളത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനമാണല്ലോ തിരുവനന്തപുരത്തുള്ള ഭീമാപള്ളി. എന്തുകൊണ്ടായിരിക്കാം ജാതിമത ഭേദമന്യേ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇത്രമാത്രം ജനങ്ങൾ ഒഴുകിയെത്തുന്നത്? അതിന്റെ കഥയിലേക്ക് പോകുമ്പോൾ, പിന്നാമ്പുറ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കണ്ണു നിറയുന്ന ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു ഉമ്മയും മകനുമാണ്. മാത്രമല്ല, അവർ ഇവിടെ അതിഥികളുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്നാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ ഉമ്മയുടെ പേര് സയ്യിദത്തുൻ നിസാഹ് ഭീമ ബീവി എന്നും അവരുടെ മകൻ സയ്യിദ് മാഹീൻ എന്നവരുമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടേക്ക് അവർ കടന്നു വന്ന നാളു തൊട്ടേ ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ ജാതിമത ഭേദമന്യേ അവരുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും ഈ ഉമ്മയെയും മകനെയും സന്ദർശിച്ച് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാമായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അവരുടെ മരണശേഷവും നൂറ്റാണ്ടുകൾ ഒത്തിരി കടന്നുപോയെങ്കിലും ഇന്നും അതേ വിശ്വാസം നിലനിർത്തി പോകുന്ന ധാരാളം വിശ്വാസികളാണ് ഭീമാപള്ളിയിലേക്ക് സന്ദർശനം നടത്തിപ്പോരുന്നത്. മുൻകാലങ്ങളിൽ തന്നെ മാറാവ്യാധികൾ, മാരകമായ രോഗങ്ങളൊക്കെ പിടിവിട്ടിരുന്ന അന്നത്തെ കാലം മുതൽ തന്നെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ഈ ഉമ്മയെയും മകനെയും സന്ദർശിക്കുമായിരുന്നു, അവരോട് അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുമായിരുന്നു എന്നൊക്കെ ഇവിടെയുള്ളവരിൽ നിന്നെല്ലാം അറിയാൻ സാധിച്ചു. മാത്രമല്ല, അവരുടെ അടുത്ത് വന്ന് ആ സങ്കടങ്ങൾ പറഞ്ഞാൽ അവരുടെ മാറാവ്യാധികളൊക്കെ അതോടുകൂടെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മക്കും മകനും ഇവിടെ ഇത്ര സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഭീമാപള്ളിയുടെ ചരിത്രം പറഞ്ഞാൽ അവസാനിക്കാത്ത അത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാകാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ധാരാളം ആളുകൾ അനുദിനം കടന്നു വരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. അവരുടെ സമാധാനത്തിന്, അവരുടെ സന്തോഷത്തിന്, അവരുടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടം സന്ദർശിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു അത്ഭുതമാണ് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന കിണർ. വിശ്വാസികൾ അവരുടെ പല പല രോഗങ്ങൾക്കും ശമനം കിട്ടുന്നതിന് ഈ കിണറിലെ വെള്ളം പതിറ്റാണ്ടുകളായി ഉപയോഗപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ചരിത്രം ഇനിയും ഏറെയാണ് പറയാൻ. തൽക്കാലം വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.